ഇരിക്കുന്ന സിനിമ അറിയാവുന്ന ആരും നിഷേധിക്കില്ല. സ്ത്രീകൾ എല്ലാവരും സിനിമയിൽ എത്തുമ്പോൾ ഒരുപാട് തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. തരുമോ, കിട്ടുമോ, കൊടുക്കുമോ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരിടും. ഒരു വലിയ പ്രസിദ്ധമായിട്ട് വരികയുണ്ട്, താടി വളർത്താറുണ്ട്. നല്ല താടി എന്നൊക്കെ പറയുന്നത് പോലെ, കാതിലോല നല്ല താടി എന്നൊക്കെ പറയുന്നത് പോലെ ആലങ്കാരികമായിട്ടാണ് താടി വളർത്താം, താടി വളർത്താം. അങ്ങനെ ഒക്കെ ഉള്ള ചാൻസൊക്കെ സിനിമയിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇതെല്ലാം ഇത് ചിരിക്കണോ, കരയണോ, തമാശയാണോ, സിനിമ ചെയ്യാനല്ലോ വന്നത് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ വലിച്ച് നേരിട്ട് ഇതെങ്ങനെ ഒഴിവാക്കാം, സിനിമയെ ഒഴിവാക്കി ആൾക്കാരെ ഒഴിവാക്കി, ചിലപ്പോൾ വഴക്കിട്ട് ചിലപ്പോൾ കളിയാക്കി, അങ്ങനെ ഒരു ഓരോരുത്തരേക്ക് നടന്ന് പോകാനേ പറ്റും. ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സിനിമയുടെ ഏതെങ്കിലും ടോപ്പ് ലെവലിലൊന്നും എത്താനേ പറ്റില്ല. നമ്മളെപ്പോഴും ഒന്നോ രണ്ടോ അതിലേക്ക് അത്യാവശ്യം ഒന്നോ രണ്ടോ സിനിമ ഒരു സീനിലെ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചു വിടുന്ന ഒരു ഓരത്തൂടെ പോകുന്ന ചില ആൾക്കാരായി നമ്മളൊക്കെ പ്രതിക്കുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ സിനിമയിൽ മാറ്റമുണ്ട് കേട്ടോ. ഞാൻ ആ കാലത്തിന് മുമ്പാണ് പറയുന്നത്. സിനിമാക്കപ്പറ്റി വന്നതിൻ്റെ ഒരു ഗുണമാണത്. അങ്ങനെ അല്ലാത്ത ഒരു ചെറുപ്പക്കാരുടെ ഒരു വരവും ഒക്കെ ആയിരിക്കാം. വലിയ വ്യത്യാസം സിനിമയിലുണ്ട്. എന്നാലും നടന്നിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എത്ര ഇതാണെങ്കിലും ആ ചോദ്യം ഒരു സിനിമ സെറ്റ് കഴിയുന്നതിന് മുമ്പ് ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ അല്ലേ അങ്ങനെ ചോദിക്കുന്നത് നമ്മളിങ്ങനെ ഇത് കേൾക്കണമല്ലോ നമ്മള് അങ്ങനെ ഒരു സാധ്യത നമ്മൾ കടന്നു പോയി തന്നെ സിനിമയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ സിനിമയിൽ ഉണ്ടായിരുന്നു 100%. ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ആൾക്കാരങ്ങനെ ചോദിക്കുന്നില്ല. ആൾക്കാർക്ക് പേടിയാണ്, ഭയമാണ്, ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധമുണ്ട്. അവരങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഒരുപാട് മാറ്റം സിനിമയിൽ ആ തരത്തിൽ സംഭവിച്ചു.